എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി വീക്ക്ലി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ് സരസ്വതി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്യുകയുണ്ടായില്ല. ചില തിരക്കുകൾ കാരണമാണ് വീഡിയോ ചെയ്യാൻ സാധിക്കാഞ്ഞത്, ക്ഷമിക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ വീഡിയോ ചെയ്യാതിരുന്ന സമയത്ത് മാർക്കറ്റിൽ അതിരസകരമായ പല കാര്യങ്ങൾ സംഭവിച്ചു അല്ലേ. അപ്പോൾ ഒരുപാട് നിക്ഷേപകരെ സംബന്ധിച്ചൊക്കെ ഒരുപാട് വിഷമത്തിൽ കിടക്കുന്ന ഒരു അവസരമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിലൊരു റിക്കവർ നടത്തിയ ഒരു സമയമാണ് കാണുവാൻ സാധിച്ചത്. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്ന് പൊതുവെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ആ ഒരു മുകളിലേക്കുള്ള ഒരു റിക്കവറി നല്ല രീതിയിൽ താഴെ നിന്നും, അതായത് 21,900 സംതിങ് എന്ന ആ റേഞ്ചിൽ നിന്നും ശക്തമായ ഒരു റിക്കവറാണ് മുകളിലേക്ക് നടത്തിയത്. അതായത് തുടർച്ചയായി ഗ്രീനിൽ തന്നെ റാലി നടത്തുന്ന ഒരു മാർക്കറ്റിനെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന വീഡിയോകൾ കണ്ട നിങ്ങൾക്കറിയാം നമ്മൾ എന്താണ് സംസാരിച്ചിരുന്നത്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ ശക്തമായ ഒരു റീട്രേസിനുള്ള സാധ്യത നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എവിടെയായിരുന്നു? 23,800 എന്ന റേഞ്ച് ആയിരുന്നു. ശരിക്കും മാർക്കറ്റ് 23,800 കടന്ന് വീണ്ടും ഒരു 69-70 പോയിന്റ് ട്രാവൽ വീണ്ടും നടത്തിയുണ്ടായി. 23,870 എന്ന റേഞ്ച് വരെ മാർക്കറ്റ് നീങ്ങി അവിടുന്ന് റീട്രേസ് എടുക്കുകയുണ്ടായി. അതെങ്ങനെയാണ് ഈ ഒരു റേഞ്ച് നമ്മൾ പറഞ്ഞത് എന്ന് നമ്മൾ നേരത്തെ ഓൾറെഡി ചാർട്ടൊക്കെ വരച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് വരുന്നതിന് മുന്നേ മറ്റ് ചില ഡേറ്റകൾ കൂടി നമുക്ക് പോയെന്ന് പരിശോധിക്കാം. അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അതായത് നമ്മളുടെ വീഡിയോയുടെ ഒരു ലെങ്ത് എന്നത് അല്പം കുറയ്ക്കണമെന്നത്. കാരണം നമ്മൾ ചെയ്യുന്നത് ആഴ്ചയിൽ ഒരിക്കലും ഒരു വീഡിയോ എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിനെ വിശദമായിട്ടാണ് നമ്മൾ പരിശോധിക്കുന്നത് അല്ലേ. അങ്ങനെ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് 5 മിനിറ്റിൽ വീഡിയോ നിർത്താൻ സാധിക്കത്തില്ല. നമ്മൾ എന്തായാലും ക്യാഷ് ഇട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളാണ്. ക്യാഷ് കൊണ്ടുള്ള ഒരു കളിയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ. തമാശയ്ക്ക് വേണ്ടി കാണുന്ന ഒരു വീഡിയോ അല്ലല്ലോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് അല്പം സമയം നിങ്ങൾ ചിലവഴിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ധാരണ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ അല്പം ലെങ്തായി പോകുന്നത്. എങ്കിലും ഞാൻ പരമാവധി ലെങ്ത് ഒന്ന് കുറയ്ക്കുവാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ശരിക്കും നമ്മളുടെ വീഡിയോ ഏറെക്കുറെ ഒരു 25 മിനിറ്റൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കറിയില്ല നടക്കുമെന്ന്. എങ്ങനെയായാലും പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതായിരിക്കും. നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ നിന്നും വ്യത്യസ്തമായി അവസാനമായിരുന്നു നമ്മൾ ഡേറ്റകൾ നമ്മൾ പരിശോധിക്കുന്നത് അല്ലേ. നമുക്കത് ആദ്യം തന്നെ ആ ഒരു ഡേറ്റയുടെ കാര്യങ്ങളിലേക്ക് ആദ്യം കടക്കാം. ആദ്യം നമ്മൾ പോകുന്നത് ക്യാഷ് മാർക്കറ്റിലേക്കാണ്. നമുക്ക് അതാണല്ലോ കുറച്ചുകൂടി അറിയേണ്ടത്. ഇപ്പോൾ ക്യാഷ് മാർക്കറ്റിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നോക്കൂ, തുടർച്ചയായിട്ട് നിരവധി മാസങ്ങൾ FISന്റെ ഭാഗത്തുനിന്നും അതിശക്തമായിട്ടുള്ള സെല്ലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ FIS എന്നാണോ ബൈയിങ്ങിലേക്ക് വരുന്നത് അന്ന് മാത്രമേ നമ്മുടെ മാർക്കറ്റിൽ ഒരു ഉയർച്ച ഉണ്ടാവും നമ്മൾ സംസാരിച്ചാണ് അല്ലേ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. FIS എന്നാണോ ബൈയിങ്ങിലേക്ക് വന്നത് അതിനുശേഷം നമ്മുടെ മാർക്കറ്റ് അതിശക്തമായിട്ട് തന്നെ ഇവിടെ കയറി പോകുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ശരിയാണ്, DIs ഭയങ്കരമായിട്ടൊക്കെ ബൈ ചെയ്തിരുന്നു. പക്ഷെ മാർക്കറ്റിൽ ഒരു ചലനം ഉണ്ടാക്കാൻ സാധിച്ചില്ല അല്ലേ. പക്ഷേ നോക്കൂ, FIS എപ്പോഴാണോ ബൈയിങ്ങിലേക്ക് വന്നത് മാർക്കറ്റ് അതിശക്തമായിട്ട് തന്നെ മുകളിലേക്ക് കയറുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. FISന്റെ ബൈയിങ് എന്നത് ശരിക്കും നമ്മുടെ ഒരു നാട്ടുഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിലേക്ക് അല്പം വെള്ളം പോയാൽ നമ്മൾ എന്താ ചെയ്യുക? കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ആ ഒരു വെള്ളം കളയുന്ന ഒരു രീതിയുണ്ടല്ലേ. അതാണോ ഇവിടെ സംഭവിക്കുക എന്ന് തീർച്ചയായിട്ടും നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ ഒരു ബൈ നടത്തി. ശരിയാണ്, ചെറിയ രീതിയിൽ അവരുടെ സെല്ലിംഗ് കുറച്ചുകൊണ്ട് വന്നു. വീണ്ടും ഒരു ബൈയിങ്ങിലേക്ക് കടന്ന് കൂട്ടിക്കൊണ്ടുവരുന്നു. പക്ഷേ അവസാന ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച അവർ നല്ല രീതിയിലൊരു സെല്ലിംഗ് ഇവിടെ നടത്തിയായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ 27-ാം തീയതി ഒരു 11,000 കോടിക്ക് അവർ ബൈ ചെയ്തായിട്ട് കാണുന്നുണ്ട്. ഇത് ശരിക്കും ഒരു ബ്ലോക്ക് ഡീലായിട്ട് കണ്ടാൽ മതി ഈ ഒരു ബൈയിങ്. പക്ഷേ ബാക്കിയുള്ള ദിവസമെല്ലാം നല്ല ബൈയിങ് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവസാന ദിവസം അവർ സെല്ലിങ്ങിലേക്ക് വരുന്നതായിട്ട് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൈസ് ആക്ഷൻ വെച്ചായാലും ബാക്കിയുള്ള ഡേറ്റകൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഒരല്പം വ്യക്തത വരും എന്ന് തീർച്ചയാണ്. നമുക്കിനി നേരെ പോയിട്ട് നമ്മളുടെ സമ്മറിയിലേക്ക് പോകാം. സമ്മറിയിലേക്ക് പോകുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഓപ്ഷനിൽ എന്താണ് FIS ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. കോൾ അവർ ബൈ ചെയ്തിരിക്കുകയാണ്. 75,000 സംതിങ്ങിന് ഇവിടെ ബൈ ചെയ്തായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ബൈ ചെയ്തുവെങ്കിലും കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ചേഞ്ചസ് ഇവിടെ ആ കോൾ സെല്ല് ചെയ്തിരിക്കുകയാണ്. അതായത് ആ ഒരു ബൈ അല്പം അവർ കുറച്ചു കൊണ്ടുവരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നേരെ പുട്ട് സൈഡിലേക്ക് വരുമ്പോൾ 1.5 ലക്ഷത്തിന് അവർ പുട്ട് ബൈ ചെയ്തേക്കുവാണ്. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ FISന്റെ ഭാഗത്ത് ഓപ്ഷൻ്റെ കേസിലൊരു നെഗറ്റീവ് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ പ്രോസിൻ്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോസിൻ്റെ ഓവറോൾ ഡേറ്റ എടുത്ത് നോക്കിയാൽ ഇവിടെ ഒരു ന്യൂട്രൽ റേഞ്ചിലാണ് കിടക്കുന്നത്. ഇവിടെ കോൾ സെല്ല് ചെയ്തേക്കുന്നത് 11,000 സംതിങ് ആണ് എങ്കിൽ പുട്ട് അവരിവിടെ സെല്ല് ചെയ്തേക്കുന്നത്. അപ്പോൾ പുട്ട് സെല്ല് ചെയ്യുന്നാൽ ഒരു ചെറിയൊരു ബുള്ളിഷാണ്. പക്ഷേ അത് ബുള്ളിഷ് ഒന്ന് കരുതണ്ട. നമുക്ക് പ്രോസിനെ ഒരു ന്യൂട്രൽ റേഞ്ചിൽ വിടുകയും FISനെ ഒരു ചെറിയ സെല്ലിംഗ് രീതിയിലേക്ക് കാണുകയും ചെയ്യാം. ഇനി ക്ലയൻറ്റിൻ്റെ കേസിലേക്ക് വന്നാലോ, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ക്ലയൻറ്റ് എന്താണോ ചെയ്യുന്നത് അതിന് വിപരീതമായിട്ടായിരിക്കും നമ്മുടെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട്. കാള് സെല്ല് ചെയ്തിരിക്കുന്നത് 64,000, അതായത് ബേറിഷ് എന്ന രീതിയിൽ 64,000 സംതിങ് മാത്രമേ ഉള്ളൂ.
ഇവിടെ ആര് ക്ലയൻറ്റ്. അതേസമയം പുട്ട് അവർ സെല്ല് ചെയ്തിരിക്കുന്നത് 1.5 ലക്ഷത്തിന് മുകളിലുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നു. അതിനർത്ഥം ഒരു ചെറിയ ബുള്ളിഷ് ആണ് ഇവിടെ ക്ലയൻറ്റ് കാണുകയും ചെയ്യുന്നുള്ളൂ മാർക്കറ്റിനെ. ഇപ്പോൾ FIS ഒരു ബെയറിഷ് രീതി കാണുന്നു, പ്രോസ് ന്യൂട്രൽ റേഞ്ചിലും ക്ലയൻറ്റ് ഒരു ബുള്ളിഷ് രീതിയിലും കാണുന്നു. ഓവറോൾ നോക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒരു ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന രീതി നിൽക്കുന്നു എന്നത് തന്നെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമ്മൾ നേരെ ഫ്യൂച്ചറിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, FISന്റെ ആ ഒരു സെല്ലിംഗ് രീതി നല്ല രീതിയിൽ അവർ കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. നമ്മുടെ മാർക്കറ്റ് ആ ഒരു ബുള്ളിഷ് രീതിയിലേക്ക് തിരികെ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പക്ഷേ ഒരു കൺസോൾട്ടേഷൻ എന്ന രീതിയാണ് മാർക്കറ്റ് ഇനി കുറച്ച് നാൾ പോകുന്നത് എന്ന രീതിയിലുള്ള ഡേറ്റകളാണ് ഇവിടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും എന്തെങ്കിലും ന്യൂസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം മറിയാം. പക്ഷേ നോർമൽ രീതിയിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഏറെക്കുറെ ചെറിയൊരു കൺസോൾട്ടേഷൻ രീതിയിലേക്ക് മാർക്കറ്റ് നീങ്ങുന്നു എന്ന ഡേറ്റകൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് തിങ്കളാഴ്ച അവധിയാണ്. തിങ്കളാഴ്ച അവധിയാണ് എങ്കിൽ തന്നെയും നമ്മളുടെ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം കൂടി ഒരു ആകെ മൊത്തമുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് ചൊവ്വാഴ്ച നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ലഭിക്കുക. ഇപ്പം തന്നെ ഒരു 150 പോയിന്റ് ഗ്യാപ്പ് ഡൗൺ ആണ് മാർക്കറ്റ് കാണിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച കൂടി മാർക്കറ്റ് അത് റിക്കവർ ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഗ്യാപ്പ് ഡൗണിലേക്ക് മാർക്കറ്റ് വരാം. അതല്ല തിങ്കളാഴ്ച പോസിറ്റീവിലേക്ക് മാർക്കറ്റ് തിരിഞ്ഞാൽ ന്യൂട്രൽ റേഞ്ചിലോ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഡൗണിലോ ഒക്കെ ആയിട്ട് ഒതുങ്ങുവാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം തിങ്കളാഴ്ച എങ്ങനെയായിരിക്കും മാർക്കറ്റ് ട്രേഡ് ചെയ്യുക എന്നത്. കാരണം നമ്മുടെ പ്രൈസ് ആക്ഷൻ വെച്ച് ഒരു പ്രധാനപ്പെട്ട റേഞ്ചിലേക്കാണ് മാർക്കറ്റ് ഇനി വരാൻ പോകുന്നത്. നമുക്കത് നോക്കാം. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ പ്രധാനപ്പെട്ട റേഞ്ചായിട്ടുള്ള 23,800 സംതിങ് അല്ലെങ്കിൽ 23,861 മാർക്കറ്റ് പോയിട്ട് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വന്നു അല്ലേ. ഇനി നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഉള്ള മാർക്കറ്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന്. നോക്കൂ, നമ്മൾ നേരത്തെ ഇവിടെ വരച്ചിരുന്നത് ഇതേ ചാനലായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു ചാനലിനെ ബ്രേക്ക് ചെയ്ത ശേഷം മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഹൊറിസോണ്ടൽ ലൈൻ നിങ്ങളങ്ങ് വിട്ടേക്കുക. ഇത് നിങ്ങൾ തൽക്കാലം നോക്കണ്ട, ഈ ഒരു ചാനൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, നോക്കൂ, നമ്മുടെ ചാനലിനെ ബ്രേക്ക് ചെയ്ത ശേഷം നല്ല രീതിയിലുള്ള ഒരു ട്രാവൽ മുകളിലേക്ക് മാർക്കറ്റ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് പ്രൈസ് ആക്ഷൻ എത്രമാത്രം മനോഹരമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഈ ഒരു ഭാഗത്തൊക്കെ ട്രേഡ് എടുത്ത വ്യക്തിയാണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് ആ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിച്ചു എന്ന് കരുതാം. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 23,800 എന്നത് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിരുന്നു, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. തീർച്ചയായിട്ടും അതിനെ നിങ്ങൾക്കൊരു പ്രധാനപ്പെട്ട റേഞ്ചായിട്ട് മാർക്ക് ചെയ്യുകയും ചെയ്യായിരുന്നു. ഇതിങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി മാർക്കറ്റിന്റെ കണ്ടീഷൻ എന്നത് നമുക്ക് 1 മന്ത് ചാർട്ടിൽ ആദ്യം തുടങ്ങാം. നമുക്ക് ഈ 1 മന്ത് എടുക്കുമ്പോൾ കുറച്ചുകൂടി ധാരണ കിട്ടും. തുടർച്ചയായിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ എല്ലാ മാസവും റെഡിലാണ് ക്ലോസ് ചെയ്തിരുന്നത് അല്ലേ. പക്ഷെ നമ്മൾ നേരത്തെ പല വീഡിയോകളും സംസാരിച്ചാണ് ഈ മാസം അത് പോസിറ്റീവിലോട്ട് പോയി ക്ലോസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. മന്ത്ലി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ ആ ഒരു ബുള്ളിഷ് രീതി തിരികെ വരുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും സന്തോഷമുള്ള കാര്യമാണ്. മന്ത്ലി ബേസിൽ തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് രീതി തന്നെയാണ് ചാർട്ടിൽ കാണിക്കുന്നത്. നേരെ നമുക്കിനി വീക്കിലി ചാർട്ട് എടുത്ത് നോക്കാം. വീക്കിലി ചാർട്ട് എടുത്ത് നോക്കുമ്പോഴും നമുക്ക് അല്പം ആശ്വാസം നൽകുന്ന രീതിയിലുള്ള ചാർട്ടാണ് നിൽക്കുന്നത്. കാരണം നമ്മുടെ പ്രധാനപ്പെട്ട റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയിരിക്കുന്നു. 50 മൂവിംഗ് ആവറേജും ബ്രേക്ക് ചെയ്ത് മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമുക്കിനി 1 ഡേ ചാർട്ട് എടുത്ത് നോക്കാം. 1 ഡേ ചാർട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ കിട്ടും. നോക്കൂ, പ്രധാനപ്പെട്ട റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുകളിൽ നിൽക്കുകയാണ് മാർക്കറ്റ് അല്ലേ. ഇനി നമ്മളുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു 150 പോയിന്റിൻ്റെ അല്ലെങ്കിൽ 100 പോയിന്റിൻ്റെ അല്ലെങ്കിൽ അതിന് മുകളിലായിക്കോട്ടെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് മാർക്കറ്റ് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ അനിവാര്യമായിട്ടുള്ള ഒരു റീട്രേസ് ആണ്. കാരണം തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിൽ നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് റാലി നടത്തി. അതിനുശേഷം മാർക്കറ്റിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന താഴേക്കുള്ള ഒരു റീട്രേസ് എടുക്കാറുണ്ട് മാർക്കറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയാണോ സംഭവിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് വാച്ച് ചെയ്യാം. അങ്ങനെയാണ് എങ്കിൽ എവിടെയായിരിക്കും പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് വരാനുള്ള സാധ്യത കൂടുതൽ? തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് 23,250 എന്ന ഈ ഒരു പ്രധാനപ്പെട്ട റേഞ്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാം. കണ്ടില്ലേ, മാർക്കറ്റിന് താഴേക്ക് വന്നാൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് എന്നത് 23,250 എന്ന ഈ ഒരു റേഞ്ച്. ഇനി ആ റേഞ്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് 23,100 എന്ന 50 മൂവിംഗ് ആവറേജ് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അതിനും താഴേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീടുള്ളത് എന്നത് നമ്മളുടെ ഈ ഒരു ചാനലിൽ വന്ന് മാർക്കറ്റ് തിരിച്ചു കയറാനുള്ള ശ്രമം നടത്തുകയാണോ എന്ന് തീർച്ചയായിട്ടും നോക്കാം. അപ്പോൾ 3 പ്രധാനപ്പെട്ട സപ്പോർട്ടുകളാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. 23,250, അതിന് താഴെ വന്നു കഴിഞ്ഞാൽ 23,100 എന്ന 50 മൂവിംഗ് ആവറേജ്, അതും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് എന്നത് നമ്മളുടെ ഈ ഒരു ചാനൽ റേഞ്ചാണ് എന്നത്
പ്രത്യേകം ഓർക്കുക. അതൊരു 22,800 എന്ന റേഞ്ചാണ്. നമ്മളുടെ ഈ ഒരു ചാനലിന്റെ റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ചാനലിനെയും ബ്രേക്ക് ചെയ്ത് അത് താഴേക്ക് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് ആ ഒരു ബുള്ളിഷ്നെസ് നേരത്തെ ഉണ്ടാക്കിയത് ഇല്ലാതായി പോകുന്നു എന്ന് തന്നെ ഞാൻ കരുതും. കാരണം അതുവരെ ഉണ്ടാക്കിയിരുന്ന ആ ഒരു ബുള്ളിഷ് രീതി നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 3 ഭാഗത്ത് നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് തിരികെ പോകണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഉള്ളൂ മുന്നേ ഉള്ള ഈ ഒരു ദിവസങ്ങളിൽ സംഭവിച്ച ഈ ഒരു ബുൾ രീതി ശരിക്കും നമ്മളെ പറ്റിക്കാനല്ല, അത് മുന്നോട്ടുള്ള മാർക്കറ്റിനെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രധാനപ്പെട്ട സപ്പോർട്ടിൽ നിന്നും മുന്നോട്ട് മാർക്കറ്റ് കുതിക്കണം. അതല്ല എങ്കിൽ മാർക്കറ്റിൽ സംഭവിക്കാൻ പോകുന്നത് ഏറെക്കുറെ ഒരു കൺസോൾട്ടേഷൻ രീതിയിലേക്ക് മാർക്കറ്റ് വീഴുന്നതായിരിക്കും. അതായത് ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന രീതിയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിലും തീർച്ചയായിട്ടും ഇത് ഒറ്റയടിക്ക് അങ്ങ് വരണമെന്നല്ല. അതായത് ഒരു കൺസോൾട്ടേഷൻ മൂഡിലായിരിക്കും ഏറെക്കുറെ ഇങ്ങോട്ടൊക്കെ മാർക്കറ്റ് വരുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഇവിടവും ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ രീതിയായിരിക്കും ഞാൻ കണക്കാക്കുന്നത്. ഇനി അതല്ല, ഇവിടെ നിന്നും മാർക്കറ്റ് ഈ പറഞ്ഞ 3 ഏരിയകളിൽ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് വരികയും മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റുന്ന റെസിസ്റ്റൻസ് ഏതാണ്? നമ്മൾ നേരത്തെ 23,800 പറഞ്ഞു അല്ലേ? അങ്ങനെ പറഞ്ഞുവെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കും ഈസിയാണ്, വളരെ ഈസിയാണ്. കഴിഞ്ഞ ഹൈ ഏതാണ്? 23,870 എന്ന ആ ഒരു റേഞ്ചിനെ നമുക്ക് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഈ ഒരു ഭാഗം മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നല്ല മുകളിലേക്കുള്ള ഒരു റാലിക്ക് വീണ്ടും സാധ്യത വളരെ കൂടുതലാണ്. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് എന്നത് 23,870 എന്ന റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് മൊമെന്റത്തിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ റാലിക്ക് നിഫ്റ്റിക്ക് ഒരു ബലം കൊടുക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വാച്ച് ചെയ്യാം. പക്ഷേ നിലവിലുള്ള കണ്ടീഷൻ അത്ര നല്ല കണ്ടീഷൻ അല്ല. മാർക്കറ്റ് താഴേക്ക് വരുന്നുണ്ട്. അപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നിന്ന് സപ്പോർട്ട് എടുക്കുമോ എന്ന് കരുതുക. ഇത് മാത്രമല്ല, നിങ്ങൾ നേരെ പോയി നോക്കേണ്ടത് ക്യാഷ് മാർക്കറ്റിൽ FISന്റെ സ്വഭാവം എന്താണെന്ന് നോക്കുക. കാരണം അവർ വെറുതെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണോ അതോ അവർ തുടർച്ചയായി ഇനി ബൈയിങ്ങിലേക്ക് തന്നെ നീങ്ങുന്നു എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കേണ്ടതുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് മാർക്കറ്റ് പോവുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതല്ല, അവർ വീണ്ടും ഒരു ചെറിയ സെല്ലിംഗ് രീതിയിലേക്ക് നിൽക്കുകയാണ് എങ്കിൽ പ്രധാനപ്പെട്ട ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കൊക്കെ മാർക്കറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വരാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, വളരെ സന്തോഷം നൽകുന്ന ഒരു പാറ്റേൺ ആണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അതിനു മുന്നേ നമുക്ക് സംസാരിക്കേണ്ടത് എന്താണ്? ഞാൻ നേരത്തെ നിങ്ങൾക്ക് 2 റേഞ്ചുകൾ പറഞ്ഞിരുന്നു, 2 പ്രൈസ് സോണുകൾ പറഞ്ഞിരുന്നു അല്ലേ? ഏതൊക്കെയാണ്? മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇതൊരു പ്രധാനപ്പെട്ട പ്രൈസ് സോണാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രൈസ് സോണാണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഈ പ്രൈസ് സോണിൽ നിന്ന് തന്നെയാണ് പലതവണ സപ്പോർട്ട് എടുത്തു. മുകളിലേക്ക് എന്ന് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ആയിട്ടും അത് നന്നായിട്ട് പ്രവർത്തിച്ചു അല്ലേ? അതിനുശേഷം ബാങ്ക് നിഫ്റ്റി നോക്കൂ, ആ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയ ശേഷം നല്ല രീതിയിൽ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ പാറ്റേണിനെ കുറിച്ച് പറയാം നമുക്ക്. ഇവിടെ ഒരു W പാറ്റേൺ ആണ് രൂപപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് രീതിയാണ്. കാരണം സ്വാഭാവികമായിട്ടും ഈ ഒരു പാറ്റേൺ എന്നത് അത് വർക്ക് ചെയ്യുന്ന ഒരു രീതി എന്നത് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, ഇവിടെ നിന്നും മാർക്കറ്റ് താഴേക്ക് ഒരു റീട്രേസ് എടുത്ത ശേഷം മാർക്കറ്റിൻ്റെ ഒരു പോക്ക് ഇതേ റേഞ്ചിലൊക്കെയാണ് ഈ ഒരു പാറ്റേൺ സാധാരണ വർക്കാവുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പാറ്റേൺ അല്പം അപ്രതീക്ഷ നൽകുന്ന പാറ്റേൺ ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്ങനെ വന്നാലും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റിയേക്കാൾ ബുള്ളിഷ് കാണിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് കരുതാം. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് രീതി നിലനിൽക്കുകയും നിഫ്റ്റിയിൽ ഒരു ചെറിയ ബെയറിഷിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ചെറിയ ബെയറിഷ് അല്ല, ഒരു റീട്രേസിലേക്ക് താഴേക്ക് വരുന്നു എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഈ താഴേക്ക് വന്നാൽ തന്നെയും പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ആ 3 സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുക. ഈ 3 സപ്പോർട്ടിൽ നിന്നും നിഫ്റ്റി അവിടെ നിന്നും ഒരു ബൗൺസ് ബാക്ക് നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീർച്ചയായിട്ടും അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇനി അതല്ല, ന്യൂസ് സംബന്ധമായ എന്തെങ്കിലും വിഷയങ്ങൾ വന്ന് വീഴുകയും നമ്മളുടെ പ്രധാനപ്പെട്ട ഈ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക്, അതായത് നമ്മളുടെ ഈ പ്രധാന പ്രൈസ് സോൺ എന്നത് നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്നുവെങ്കിൽ ഇനി ഇത് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടായിട്ടാണ് മാറാൻ പോകുന്നത്. അപ്പോൾ ഈ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് ബാങ്ക് നിഫ്റ്റി താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പാറ്റേണിന് അതിൻ്റെ ആ ഒരു പ്രാധാന്യം ഇല്ലാതായി പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് അത് അല്പം നിരാശ നൽകുന്ന ഒരു രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഇനി അതല്ല, ഇവിടം വന്ന് ഇതേ രീതിയിൽ തന്നെ സപ്പോർട്ടൊക്കെ എടുത്ത് നമ്മളുടെ പ്രധാനപ്പെട്ട ഈ ഒരു പ്രൈസ് ഓൺ സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുന്നുവെങ്കിൽ നമുക്ക് അല്പം ആശ്വാസം നൽകാനുള്ള സാധ്യത മാർക്കറ്റിൽ നിന്ന് കാണുവാനും സാധിക്കുന്നുണ്ട്. ഇതൊരിക്കലും നിങ്ങൾ ഇന്ന സ്റ്റോക്ക് വാങ്ങൂ, ഇന്ന സ്റ്റോക്ക് വിൽക്കൂ എന്ന രീതിയിലുള്ള ഒരു അഡ്വൈസേ അല്ല എന്ന കാര്യം
പ്രത്യേകം ഓർക്കുക. മാർക്കറ്റിൽ ഇതൊരു പഠനാവശ്യത്തിന് വേണ്ടി മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. നമ്മൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്, അല്ല സ്റ്റോക്കുകളെ കുറിച്ചല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇതൊരു പഠന ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ അങ്ങനെയാണ്, നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമുക്കിവിടെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വീക്കിലി രീതിയിലേക്ക് നമുക്കൊന്ന് വന്നു നോക്കാം. വീക്കിലി രീതിയിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് അനുകൂലകരമായിട്ടുള്ള ക്യാൻഡിൽസ് ആണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നേരെ നമുക്ക് മന്ത്ലി രീതിയിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് അനുകൂലകരമായിട്ടുള്ള നല്ല ക്യാൻഡിലുകൾ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. പലതവണ നമ്മുടെ മാർക്കറ്റിൽ നെഗറ്റീവിന്റെ അവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്, അല്ലേ? പക്ഷേ ഇപ്പോൾ അത് പോസിറ്റീവിലേക്ക് വരുന്നു എന്ന് പറയാൻ സന്തോഷം തന്നെയാണ്. പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ കൂടുതൽ നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നത്. അല്ല, മാർക്കറ്റ് നെഗറ്റീവ് എന്ന ഡേറ്റകൾ കാണിച്ചാൽ നെഗറ്റീവായിട്ടല്ലാതെ പിന്നെ പോസിറ്റീവായിട്ട് പറയാൻ സാധിക്കുമോ? ഇല്ല. ഇപ്പോൾ പോസിറ്റീവിലേക്ക് തിരികെ വരുമ്പോൾ നമുക്ക് പോസിറ്റീവ് എന്ന രീതിയിൽ തന്നെയാണ് സംസാരിക്കേണ്ടത്, അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അനുകൂലകരമായിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. എന്താണ്? ഇന്ത്യ വിക്സ് നല്ല രീതിയിൽ ഇവിടെ ക്രാഷ് ആയിരിക്കുന്നു. നോക്കൂ, നല്ല രീതിയിൽ ഇന്ത്യ വിക്സ് താഴേക്ക് വന്നിരിക്കുന്നു. ഇതിനർത്ഥം നമുക്ക് ആ ഒരു ബുൾ രീതി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് കൂടിയാണ് ഇവിടെ അത് കാണിക്കുന്നത്. ഇത് മാത്രമാണോ? അല്ല. നമുക്ക് അനുകൂലകരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു? US ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസ് തീർച്ചയായിട്ടും ശക്തമായിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നോക്കൂ, ഏതൊരു അവസ്ഥയിൽ പോയതായിരുന്നു? ഒരു ഡോളറിനെതിരെ ഇന്ത്യൻ റുപ്പീസ് ഏറെക്കുറെ 88 രൂപയിലേക്ക് പോയത് നല്ല രീതിയിൽ തിരികെ വന്നിരിക്കുന്നു. ഇപ്പോൾ 85.51 എന്ന അവസ്ഥയിലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യൻ റുപ്പീസ് ശക്തമായിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് FIAസും എന്താണ് തിരികെ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ ഒരു ഉണർവുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഈ ഡേറ്റകൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ US ഡോളറിന്റെ കേസുകൾ എടുത്തു നോക്കിയാലും US ഡോളർ ഡൗൺ ആവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മറ്റ് രസകരമായ ഒരു കാര്യം ഇവിടെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നോക്കൂ, മാർക്കറ്റിൽ എന്ത് സംഭവിച്ചാലും ഗോൾഡിന്റെ കേസിൽ ഒരു കോംപ്രമൈസിന് നമ്മൾ തയ്യാറല്ല എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. ഗോൾഡ് മുകളിലേക്ക് കയറി പോകുന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ശരിക്കും ഗോൾഡൊക്കെ മുൻ കാലഘട്ടത്തിലൊക്കെ എടുത്ത് വെച്ചിരുന്ന ആളുകൾക്കൊക്കെ ഒരു ബമ്പർ പ്രൈസാണ് അവർ കൊണ്ട് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബമ്പർ വരുമാനമാണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഗോൾഡ് അതിൻ്റെ എവർ ടൈം ഹൈയും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കുതിക്കുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ കാണുന്നത് എന്നാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ആളുകൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗോൾഡ് മേടിച്ച് വെക്കാനാണ് ഇവിടെ താല്പര്യം. അതായത് സ്റ്റോക്കുകളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലും ഗോൾഡ് മേടിച്ച് വെക്കാൻ ആളുകളുടെ ഒരു താല്പര്യം ഇവിടെ കാണുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് അത്ര നല്ലതല്ല നമ്മളുടെ മാർക്കറ്റിനെ സംബന്ധിച്ചെങ്കിലും, പക്ഷേ ഓവറോൾ ഡേറ്റ നമ്മുടെ മാർക്കറ്റിന് അനുകൂലമായിട്ട് നിൽക്കുന്നു, ഗോൾഡിനും അനുകൂലമായിട്ട് തന്നെ നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഇവന്റുകളുടെ കാര്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത്ര വലിയ ഇവന്റുകളൊന്നും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഇവന്റുകളൊന്നും ഇവിടെ കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷേ ഏപ്രിൽ 9 വരാൻ പോകുന്ന RBI ഇൻട്രസ്റ്റ് റേറ്റ് എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതേ ദിവസം തന്നെയാണ് നമുക്ക് FOMC മിനിറ്റ്സും ഉണ്ട്. അപ്പോൾ ഏപ്രിൽ 9 ബുധനാഴ്ച വളരെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. അന്ന് പൊസിഷനൊക്കെ നിങ്ങൾ പരമാവധി ഹോൾഡ് ചെയ്യാതെ ഇരിക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ എന്നത്. ഞാൻ എന്തായാലും അധികം നീട്ടുന്നില്ല, കാരണം ഇനിയും കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനാണെങ്കിൽ ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആർക്കും ക്ഷമയില്ല. ഷോർട്ട് വീഡിയോകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് കൂടുതൽ. കാര്യങ്ങൾ പരമാവധി ചുരുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ കോഴ്സ് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഏത് സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ റെക്കോർഡഡ് വീഡിയോ, പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള റെക്കോർഡ് വീഡിയോ ആണ് നിങ്ങൾക്ക് നൽകുന്നത്. കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വരുന്ന ആഴ്ച നല്ല പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.